ഇന്നൊരു ചോദ്യം കൊണ്ട് നമുക്ക് തുടങ്ങിയാലോ? T20 ഉച്ചകോടിയിൽ 700 വിക്കറ്റ് എടുത്ത ആദ്യ താരം ആരാണ്? ഉത്തരം അറിയാമോ? ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഇതിൻ്റെ ഉത്തരം പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഫെബ്രുവരി 17 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം, ഒന്നിച്ച് പഠിച്ച് മുന്നേറാം. അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ പ്രധാനപ്പെട്ടത് PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: സംസ്ഥാനത്തെ തരിശുഭൂമി കാർഷിക സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ ആരംഭിച്ച പദ്ധതി ഏത്? നവോത്ഥൻ പദ്ധതിയാണ് സംസ്ഥാനത്തെ തരിശുഭൂമി കാർഷിക സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ ആരംഭിച്ച പദ്ധതി. ഏതാണ്? നവോത്ഥൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ റോഡ് കം റെയിൽ ടണൽ ഏത് നദിയിലാണ് നിർമ്മിക്കാൻ പോകുന്നത്? ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ റോഡ് കം റെയിൽ ടണൽ ഏത് നദിയിലാണ് നിർമ്മിക്കാൻ പോകുന്നത്? ബ്രഹ്മപുത്ര. അടുത്ത ക്വസ്റ്റ്യൻ: നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവൻ. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ. അടുത്തത്: ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് പ്രോജക്റ്റിന് അന്തിമാനുമതി നൽകിയ സ്ഥാപനം ഏത്? നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലാണ്. ഓക്കെ, അപ്പം ഗ്രീൻ നിക്കോബാർ ഐലൻഡ് പ്രോജക്റ്റിന് അന്തിമാനുമതി നൽകിയ സ്ഥാപനം ഏത്? ഏതാണ് ആ സ്ഥാപനം? നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലാണ് ആ സ്ഥാപനം. ഇനി അടുത്തതായിട്ട്, ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് പ്രോജക്റ്റ് പ്രധാനമായും ഏത് വികസനവുമായി ബന്ധപ്പെട്ടതാണ്? ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖവും അടിസ്ഥാന സൗകര്യ വികസനവും. അപ്പോൾ ഒന്നൊരു ക്വസ്റ്റ്യൻ പറയാം. ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് പ്രോജക്റ്റ് പ്രധാനമായും ഏത് വികസനവുമായി ബന്ധപ്പെട്ടതാണ്? ഏത് വികസനമാണ്? ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖവും അടിസ്ഥാന സൗകര്യ വികസനവും. ഇതെല്ലാം വൃത്തിക്ക് പഠിക്കണേ എൻ്റെ കൂടെ തന്നെ. അടുത്തത്: റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് പണരഹിത ചികിത്സ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ആ പദ്ധതി PM റാഹത്ത്. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് പണരഹിത ചികിത്സ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് PM റാഹത്ത്. അടുത്ത ക്വസ്റ്റ്യൻ: PM റാഹത്ത് പദ്ധതി പ്രകാരം ലഭിക്കുന്ന പരമാവധി ചികിത്സാ ധനസഹായമാണ് 1.5 ലക്ഷം രൂപ. അപ്പം PM റാഹത്ത് പദ്ധതി പ്രകാരം ലഭിക്കുന്ന പരമാവധി ചികിത്സാ ധനസഹായമാണ് 1.5 ലക്ഷം രൂപ. അടുത്ത ക്വസ്റ്റ്യൻ: PM റാഹത്ത് പദ്ധതി നടപ്പിലാക്കുന്ന നോഡൽ ഏജൻസിയാണ് നാഷണൽ ഹെൽത്ത് അതോറിറ്റി. PM റാഹത്ത് പദ്ധതി നടപ്പിലാക്കുന്ന നോഡൽ ഏജൻസിയുടെ പേരാണെന്ത്? നാഷണൽ ഹെൽത്ത് അതോറിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തിൽ നഗരനയം അംഗീകരിച്ചതായി പ്രഖ്യാപിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? MB രാജേഷ്. മറക്കല്ലേ, കേരളത്തിൽ നഗരനയം അംഗീകരിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. അടുത്ത ക്വസ്റ്റ്യൻ: 2024-2025 വർഷത്തെ സ്വരാജ് ട്രോഫിയിൽ മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത്? ഉഴമലക്കൽ, തിരുവനന്തപുരം. അടുത്ത ക്വസ്റ്റ്യൻ: മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി 1ാം സ്ഥാനം നേടിയത് നേമം, തിരുവനന്തപുരം. മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി 1ാം സ്ഥാനം നേടിയത് എവിടാണ്? നേമം, തിരുവനന്തപുരം. അടുത്ത ക്വസ്റ്റ്യൻ: 2024-2025 സ്വരാജ് ട്രോഫിയിൽ മികച്ച ജില്ലാ പഞ്ചായത്ത് 1ാം സ്ഥാനം നേടിയത് കൊല്ലത്താണ് കേട്ടോ. 2024-2025 സ്വരാജ് ട്രോഫിയിൽ മികച്ച ജില്ലാ പഞ്ചായത്ത് 1ാം സ്ഥാനം നേടിയത് കൊല്ലത്തിനാണ്. അടുത്തത്: മികച്ച നഗരസഭയായി 1ാം സ്ഥാനം നേടിയത് ഗുരുവായൂർ, തൃശൂർ. മികച്ച നഗരസഭയായി 1ാം സ്ഥാനം നേടിയത് ഗുരുവായൂർ, തൃശൂർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: 2024-2025 സ്വരാജ് ട്രോഫിയിൽ മികച്ച കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത്? മികച്ച കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ. 2024-2025 സ്വരാജ് ട്രോഫിയിൽ മികച്ച കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ. അടുത്തത്: കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഭാരത് വിസ്താർ ഡിജിറ്റൽ സംവിധാനം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് മേഖലയാണ്?
കാർഷികം. ഏതാണ്? കാർഷികം. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഭാരത് ഭാരത് വിസ്താർ ഡിജിറ്റൽ സംവിധാനം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? കാർഷികം. ഓക്കെ, ഇനി അടുത്തത് ഞാൻ ആദ്യം ചോദിച്ച ഒരു ചോദ്യമില്ലേ, T20 ക്രിക്കറ്റിൽ 700 വിക്കറ്റ് എടുത്ത ആദ്യ താരം ആരായിരുന്നു? ആദ്യ താരം റാഷിദ് ഖാൻ. അഫ്ഗാനിസ്ഥാനിലാണ്. റാഷിദ് ഖാൻ ആണ് T20 ക്രിക്കറ്റിൽ 700 വിക്കറ്റുകൾ നേടിയ ആദ്യ താരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫെബ്രുവരി 17 കറണ്ട് അഫെയർസ്, മെയിൻ ആയിട്ടുള്ള കറണ്ട് അഫെയർസ് ആണ് ഇത്രയെങ്കിലും നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കാൻ വളരെയധികം ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫെയർസ് ഇതോടെ അവസാനിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. നാളെ വീണ്ടും പുതിയ കറണ്ട് അഫെയർസുമായി ഞാൻ എത്തുന്നതാണ്. ബൈ.